ഹലോ, നമുക്ക് ചിപ്പി ബിരിയാണി വെക്കാം. ചിപ്പി ബിരിയാണി എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ മുളക് പൊടി, മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. മസാലയ്ക്കുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള, മല്ലിയില. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിപ്പി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിപ്പി മറിച്ചും തിരിച്ചും ഇട്ട് നല്ലതുപോലെ മുരിച്ച് എടുക്കാം. മുരിഞ്ഞതിന് ശേഷം വറുത്ത് കോരി ചിപ്പി മാറ്റി വയ്ക്കാം. ആ പാത്രത്തിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുത്ത് ചോറ് വയ്ക്കാം. ഉപ്പ്, ഏലക്ക, പട്ട. വെള്ളം തിളച്ചതിന് ശേഷം കഴുകി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. മസാല വെന്താന്ന് നോക്കാം. മസാല നല്ല വെന്തു. നമുക്ക് ചിപ്പി ഇതിലേക്ക് കുറച്ച് തട്ടി ഇളക്കി കൊടുക്കാം. അടച്ചു വയ്ക്കാം. ചോറ് വെന്തു. നമുക്കിനി ദമ്മിടാം. ഈ വീഡിയോയിൽ ഒരുപാട് പോരായ്മകളും കുറവുകളും എല്ലാം കാണും. ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇനി വരുന്ന വീഡിയോകളെല്ലാം നന്നാക്കാൻ ശ്രമിക്കാം. പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ബിരിയാണി എന്തായെന്ന് നോക്കാം. ഇതിനു മുമ്പ് ചിപ്പി ബിരിയാണി കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം. കഴിച്ചിട്ടില്ലാത്തവരും കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾ എല്ലാം കാണണം.
ഇതുപോലെ ഒന്ന് ചിപ്പി ബിരിയാണി നിങ്ങളും വീട്ടിലൊന്ന് വെച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് കമൻറ്റിൽ അറിയിക്കണം കേട്ടല്ലോ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.